ഒരു കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് ചേമ്പ്, നമ്മൾ ചേമ്പ് ഇലയുണ്ട്, ലേശം ഇഞ്ചിൻ്റെ ഇലയും കൂടി ഉണ്ട്. അതിൽ രണ്ട് ചേമ്പ് നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് ചേമ്പിൻ്റെ ഇലയും ഇഞ്ചീൻ്റെ ഇലയും കൂടി ഞാൻ ഇല പറിച്ച്, ചേമ്പ് പറിച്ചതിൻ്റെ ഇലയുണ്ടായിരുന്നു, ഇഞ്ചീൻ്റെ ഇലയും കൂടി കണ്ടോ. ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഞാനൊരു ചേമ്പ് നടാൻ വേണ്ടി പോവാം. ഇത് കണ്ടില്ലേ, ഇതാ ഇത് ഇഞ്ചിയില, കണ്ട, ഇത് ഇഞ്ചീൻ്റെ ഇല. ഇത് മടിയിൽ വെക്കേ. ഇത് ഇഞ്ചിയില നല്ലതാണ്, ഇഞ്ചിയില മരുന്ന്, ഇതും കൂടിയാണ് എല്ലാവർക്കും ഒരു മരുന്ന് കൂടി. അതിൻ്റെ മണം ഉണ്ടായാൽ അണുക്കളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഞാൻ ഇട്ട് വെക്കട്ടെ. ഇത് വേണ്ട, ഇതിപ്പോൾ ഒന്നിനും കൂടി വേണം, അതുകൊണ്ട് അതവിടെ ഇട്ട് വെക്കട്ടെ. ഇപ്പോൾ രണ്ടെണ്ണം ഞാനിപ്പോൾ ഇവിടെ നടാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ചേമ്പിൻ്റെ ഇലയാണ്. ചേമ്പിൻ്റെ ഇലയും കൂടി ഇടുക, കുറച്ച് ഉണ്ടാ, ഇത് കുറച്ച് ചേമ്പിൻ്റെ ഇലയും കൂടി ഇടുക. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അകത്ത് ഇതാ ഞാൻ ഇവിടെ വെക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് കുറച്ച് ചേമ്പിൻ്റെ ഇലയും കൂടി ഇടുക. ഇത് കണ്ട, ഈ ചേമ്പിൻ്റെ ഇല ഇതും കൂടി ഇതിൻ്റെ അകത്ത് തറച്ചിട്ടിട്ടാ ഇല്ല, ഇതും കൂടി ഇതിലിട്ടിട്ട് കുറച്ച് പോട്ടി മിക്സ് ചെയ്ത് നിറക്കുക അതിൻ്റെ അകത്ത്. അതിന് ശേഷം ബാക്കി കാടും ഉണ്ട്, കാടും കൂടി ഉണ്ട് ഇത് നിറക്കാൻ. ഇത് തൽക്കാലം കുറച്ച് ഇത് വാരി നിറക്കട്ടെ. ഇല്ല, കുറേശ്ശെ ഇതിൻ്റെ അടിയിലെടുത്ത് ഇത് പോട്ടി മിക്സ് ഇതാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, എല്ലാ സാധനം കൂടി ആക്കിയിട്ട് പോട്ടി മിക്സ് ഇതാക്കി വെക്കുന്നതാണ്. അതിന് പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ രണ്ടെണ്ണം നടാനാണ് ഇപ്പം പോകുന്നത്. ഇപ്പം കുറേശ്ശേ എല്ലാം നിറക്കുന്നില്ലൂ. ഇനി നട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് വളം ഇട്ട് കൊടുക്കലും നിറച്ച് കൊടുക്കുക ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതായി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നിറക്കട്ടെ. ഈ കാടുണ്ട്, ഞാൻ പുല്ല് പറിച്ചു കൂട്ടിയ കാടില്ലേ, മുറ്റത്തെ കാട്, അതായി ഇത് നല്ലതാണ്. ഇതും കൂടി ഇത് നിറക്കട്ടെ. ഇതും കൂടി ഇത് നിറച്ചിട്ട് ഇത് ഓരോന്നും നമുക്ക് നോക്കാമല്ലോ. ഇത് നല്ലവണ്ണം ചേമ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ചാക്കിൽ നിറച്ചാലും ചേമ്പ് കിട്ടും എന്നുള്ളത് എനിക്ക് ഇക്കൊല്ലം ബോധ്യം വന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ചാക്കിൽ തന്നെ നടാൻ പറ്റും. സൗകര്യമുണ്ട്, ചാക്കുണ്ടെങ്കിൽ ചാക്കിൽ തന്നെ നടും, അല്ലെങ്കിൽ മണ്ണിൽ നടാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇതേപോലെ കുത്തി നിറച്ചു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് ഈ ചകിരിച്ചോറ് വാരിയിടും. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് കുഴിയിലിടും. കണ്ടില്ലേ, ഇത് പിളി ഇട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതെല്ലാം നിറച്ച് നല്ല നിറച്ചു. ഇനിയിപ്പം എന്താ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചേമ്പ് എടുത്തിട്ട് നടുക. ചേമ്പ് നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഉണ്ടോ, ഇത് എടുത്തിട്ട് ഇതിൽ നടുക. വലിയ ചേമ്പാണ്, അന്നേരം നല്ലവണ്ണം പണിയെടുക്കണം. ഉണ്ടല്ലേ, ഇത് ഇതിൻ്റെ അകത്ത് നടുക. മൊത്തം നടുക്ക് നോക്കി നടണം, അല്ലെങ്കിൽ ചേമ്പ് 4 ഭാഗവും കീയേണ്ടതാണ്. അതുകൊണ്ടാണ് മൊത്തം നടുക്ക് നടുന്നത്. എനിക്ക് കേക്കിന് നീളം വെച്ച് വരാം. ഞാൻ എൻ്റെ ചേമ്പ് നല്ലോണം നീളം വെച്ച്, ഞാൻ നല്ല വണ്ണവും വെച്ചിനായിരുന്നു, നല്ല നീളം ഉണ്ടായിരുന്നു. ചാക്കിൻ്റെ അരു വരെ നീളമായിരുന്നു. ഉണ്ടെന്നല്ല, ഓരോരാൾ നല്ല ഉണ്ടയാണ് ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ. എൻ്റെത് നല്ല ശരിക്ക് നല്ല നീളം വെച്ചിട്ട് നല്ല ഇതോടെ വന്നേ. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ഞാനെടുത്ത് നട്ടു. ഇനിയിപ്പോൾ ഇത് ഞാനെടുത്ത് താഴെ വെക്കട്ടെ. ഇനി ഒന്നും കൂടി നടാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കണം. അതിനാണ് ഇനിയിപ്പോൾ ഇതാണ് ചാക്ക്. ഇതിൻ്റെ അകത്ത് ഞാൻ നിറക്കുന്നത് ഇഞ്ചിൻ്റെ ചപ്പ. ആദ്യം നിറക്കട്ടെ. ഇഞ്ചി ചപ്പ് നല്ലതാണ്. ഇഞ്ചി ചപ്പായതുണ്ടല്ലോ, നല്ല കേടുകളൊന്നും വരില്ല, പ്രാണികളൊന്നും വരില്ല. വെച്ചാൽ ഇഞ്ചിൻ്റെ മണം ഒരു ഇതുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ നല്ല ഒരു മണമാണ്. ഒരു എരിവും ഉണ്ടാവും, ഇഞ്ചിൻ്റെ ഒരു എരിവും കൂടി ഉണ്ടാവും. ഇതെല്ലാം കൂടി ഇത് വാരി ആക്കട്ടെ. ഉണ്ടാ, കേട്ടില്ല, ഇതെല്ലാം കൂടി ഇത് വാരി നിറച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഇട്ടേ, എന്നിട്ട് വേണം അതിൻ്റെ മേലെ ഇടാൻ. ആദ്യം ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിൽ കൂടി നിറക്കട്ടെ. ഇത് ചകിരിച്ചോറാണ്.
ഇതിനകത്ത് ഉണ്ടല്ലേ ഈ ചാക്കിലും കൂടി നിറക്കണം. ഇനി കുറച്ച് ചകരിച്ചോറ് ഇട്ടു, അടിയിൽ ഇഞ്ചി ഇട്ടു, കുറച്ച് ചകരിച്ചോറ് ഇട്ടു. ഇനി ഇതിനകത്ത് ഈ ബാക്കി ഇതെല്ലാം കൂടി വാരി നിറക്കാം. ഈ ചേമ്പിൻ്റെ ഇല വാരി നിറക്കട്ടെ. കാടും അടുക്കള മുറ്റത്തെ കാട് പറിച്ച് ഞാൻ കുറച്ച് കാട് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലിട്ടിട്ട് നിറക്കാനാണ് പോകുന്നത്. നമുക്കൊരു സാധനം കളയാതെ തന്നെ എന്ത് സാധനം ആയാലും വളത്തിലൊന്നും കളയേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് അനുഭവത്തിന് കൊടുക്കാനാണ്. ഇനി എല്ലാ കാര്യവും എന്ത് കാര്യം ഉണ്ടെന്നും വളപ്പിൽ നശിപ്പിക്കാതെ തന്നെ നമുക്ക് അതിൽ കൃഷി ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് വേണ്ടിയിട്ട് ഇതും കൂടി കളയാതെയാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചത്. ചെപ്പ് മറ്റേ ഇലച്ചപ്പ് അപ്പാടിനെ കളയല ഞാൻ കളഞ്ഞിട്ടില്ല. ചെമ്പ് വറുത്തപാടുന്ന അതിൻ്റെ ചപ്പ് അട കൊത്തി വെച്ചു. അതാണ് ഇത് ഉണ്ടല്ലേ. ഇനിയിപ്പോൾ എന്താ നിറച്ച് കുത്തി നിറച്ച് നല്ലപോലെ നിറഞ്ഞ് ഉണ്ടല്ലേ. ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ ഇനി ഇത് വാരി ഇത് നിറക്കണം. ഞാനെടുത്തിട്ട് ഇതിലിട്ടേ ഉണ്ടല്ലേ. ഇതേപോലെ നിറച്ചിട്ട് കുത്തി നിറച്ച് എല്ലാം ലെവലായി നല്ലോണം നിറഞ്ഞു നിറക്കണം. നല്ലോണം നിറക്കണം. അല്ലെങ്കിൽ അരി അറിയാഞ്ഞാൽ കാണുകാണ് പോകില്ലേ. അല്ലെങ്കിൽ ഇനി താവും. ഇത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ഇലയും കാടും എല്ലാം കമ്മിയുമ്പോൾ ഇത് നിറയില്ല. ഉണ്ടല്ലേ. ഇതാ ഇതിപ്പോൾ ഇതിൽ നട്ടു. ഇതിപ്പോൾ ഇല്ലേ. ഇപ്പം ഇനിയിപ്പോൾ ഈ ഒന്നും കൂടി നടാനുണ്ട്. ഇതും കൂടി ഒന്ന് നട്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ ചേമ്പിൻ്റെ ഇലയിലാണ് നട്ടിട്ടുള്ളത്. ഇത്ര വരെ നട്ടത് വാഴത്തടയിൽ നട്ടു, പിന്നെ കൂർക്കല ചപ്പിൽ നട്ടു, എന്തെല്ലോ അങ്ങനെയെല്ലാം കൃഷി ഞാൻ ചെയ്തു. ഇനി ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ് പോകുന്നത്. ഉണ്ടല്ലേ. ഇപ്പം നട്ടില്ലേ, കണ്ടില്ലേ. ഇതാ ഇനിയിപ്പോൾ ഞാൻ താഴെലിട്ട് വെക്കട്ടെ. ഇതാ ഇതാണ് ചേമ്പ്. ഇതെല്ലാം ചേമ്പ് നട്ടതാണ്. ഇനിയിപ്പം ചേമ്പ് നടാനുണ്ട്. എന്നോട് കുറച്ച് ചേമ്പ് കൂടി നടാനുണ്ട്. അതിന് കുറച്ച് വാഴത്തടി എന്തെങ്കിലും കിട്ടണം. മറ്റ് വെറും ഈ ഇത് മാത്രം ഇട്ടാലും നമുക്ക് ശരിയാവില്ല. അതിനാണ് നോക്കുന്നത്. എന്താ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ചേമ്പ് നടുന്ന കണ്ടല്ലോ. ഇനിയിപ്പോൾ വാഴത്തടയിലുള്ള ചേമ്പിൻ്റെ തടയിലുള്ള ചേമ്പാണത്. ചേമ്പിൻ്റെ ചപ്പിലാണ് ഇന്നത്തെ ചേമ്പ് നടൽ. അത് നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ നിങ്ങളും എല്ലാ കാര്യവും നോക്കിയിട്ട് നിങ്ങളും നട്ടു നോക്കുക. ഇത് പിന്നെ പച്ചക്കറികളും എന്തും തന്നെ നിങ്ങൾ ചെയ്യുക. എല്ലാവരും പിന്നെ ഹൈപ്പ് അടിക്കുക, പിന്നെ ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ സഹകരിക്കണം. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്, പക്ഷേങ്കിൽ പിന്നെ ലോങ് വീഡിയോ ആരും അങ്ങനെ കാണുന്നില്ല, കൂടുതലായിട്ട് കാണുന്നില്ല. അത് എന്നും കൂടുന്നുണ്ട്, കുറച്ച് ആൾക്കാർ കൂടുന്നുണ്ട്. പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ലോങ് വീഡിയോ കണ്ട് ഹൈപ്പ് അടിക്കുക. ഹൈപ്പിന് പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് കിട്ടിയാൽ എനിക്കതൊക്കെ ചെറിയ കാശ് കിട്ടും എന്നാണ് പറയുന്നത്. അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹകരിക്കണം. നിങ്ങളോട് ഒത്തിരി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.